ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈത്തൂൻ, അത്തിമരത്തെ കൊണ്ടും സൈത്തൂൻ മരത്തെ കൊണ്ടും സത്യം. വതൂരി സീനീൻ, തൂരിസിനാ പർവ്വതം കൊണ്ടും. വഹാദൽ ബലദിൽ അമീൻ, വിശ്വസ്തതയുള്ള ഈ നാട് കൊണ്ടും സത്യം. ശപഥം ചെയ്തു പറയുന്നു. എന്താണ് അള്ളാഹു ശപഥം ചെയ്ത് പറയുന്നതെന്നറിയോ? വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, നിശ്ചയം മനുഷ്യനെ ഞാൻ ഏറ്റവും ഉദാത്തമായ ആകൃതിയിൽ, ഏറ്റവും നല്ല ആകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഏറ്റവും നല്ല ആകൃതിയിൽ, അതായത് മറ്റുള്ള സൃഷ്ടികളിലൊക്കെ വെച്ച് വളരെ ശ്രേഷ്ഠമായ, ആരും ഒരു കുറവുകളുമില്ലാത്ത ഒരാകൃതിയിൽ അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ഇനി മനുഷ്യനേക്കാൾ ഭംഗിയുള്ള ഒരു നല്ലതായ ഒരു ആകൃതിയുള്ള ഒരു സൃഷ്ടിയെ തിരഞ്ഞാൽ കാണൂല എന്നർത്ഥം. ثُمَّ رَدَدْنَاهُ أَسْفَلَ سَافِلِينَ, അനന്തരം അവനെ ഞാൻ ഏറ്റവും അധപ്പതിച്ചവനും ആക്കുന്നു. ഏറ്റവും അധപ്പതിച്ചവൻ, അതായത് എല്ലാ പ്രവർത്തികളും, പതനത്തിന്റെ എല്ലാ പ്രവർത്തികളും അവനിൽ നിന്നുണ്ടാകും. അങ്ങനെയും ആക്കിയിരിക്കുന്നു. എന്നാൽ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. എന്താ പറയുന്നത്? സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ ഇതിൽ നിന്ന് ഒഴിവാണെന്നാ പറയുന്നത്. ഇതിൽ നിന്ന് ഒഴിവാണ്. ഇതിൽ നിന്ന്, ഈ അധപ്പതിച്ചവരിൽ നിന്ന് എന്ന് വെച്ചാല് തിരിച്ചറിവിനുള്ള ബുദ്ധിയോട് കൂടിയിട്ട്, അതാണ് പൂർണ്ണമായ ആകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. കാഴ്ചയിൽ ഏതൊരു മനുഷ്യനെ കണ്ടാലും നല്ല ആകൃതി, എല്ലാവരും ഇഷ്ടപ്പെടുന്ന അനന്തകോടി മനുഷ്യർ, നമ്മൾ എണ്ണിക്കണക്കാക്കിയതിൽ അപ്പുറം ഉണ്ടാവുമല്ലോ. ഈ മനുഷ്യർക്കൊക്കെ വ്യത്യസ്തമായ ആകൃതികളാണുള്ളത്. ഒരേ വീട്ടിൽ തന്നെ ഉള്ള സഹോദരന്മാർ, സഹോദരികൾ, എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കൈരേഖകളിൽ വ്യത്യാസങ്ങൾ, അവരുടെ സംസാരങ്ങളിൽ, ശബ്ദങ്ങളിൽ ഒക്കെ വ്യത്യാസങ്ങൾ. ചിലരെ ഇഷ്ടപ്പെടുന്നത് കണ്ണുകൊണ്ട്, കണ്ണിന്റെ അഴക് കൊണ്ട്, ചിലരെ ഇഷ്ടപ്പെടുന്നത് സംസാരത്തിന്റെ അഴക് കൊണ്ട്, ചിലരെ ഇഷ്ടപ്പെടുന്നത് ചുണ്ടിന്റെയും പല്ലിന്റെയും ഇഷ്ടം കൊണ്ട്. കപ്പിൽസ് വനിതകൾ പറഞ്ഞില്ലേ, ആദില എന്ന് പറയുന്ന ഒരു പെണ്ണ്, തെറിച്ചൊരു പെണ്ണ്, കുടുംബത്തിൽ നിന്ന് തെറിച്ചു പോയ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് തെറിച്ചൊരു പെണ്ണ്, അവള് പറഞ്ഞില്ലേ, നൂറയെ ഞാൻ ഇഷ്ടപ്പെട്ടത് അവളുടെ ചുണ്ട് കണ്ടാണ് എന്ന്. അപ്പൊ ആ ചുണ്ടിന്റെ ആകൃതി, അപ്പൊ മനുഷ്യന്റെ ശരീരത്തിൽ, മുഖത്ത് തന്നെ ഏതെങ്കിലും ഒരു അവയവത്തില് അള്ളാഹു തആല ഒരു പ്രത്യേക ഘടന, ഒരു പ്രത്യേക അഴക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ആകൃതി ഒരു ശാസ്ത്രത്തിനും അത് മാറ്റിയെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതേപോലെ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെയാണ്. അപ്പൊ അതാണ് പൂർണ്ണമായ ഒരു ആകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് അവരെ ഇങ്ങോട്ട് ഈ ഭൂമിയിൽ യാത്രയാക്കി അധമനാക്കിക്കണവരെ, അധമനാക്കി, എന്നിട്ട് അധപ്പതിക്കുന്ന അധമനായ ഒരു രീതിയിലാണ് അവരിവിടെ സൃഷ്ടിച്ചു വാഴാൻ അവരെ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത്. പിന്നെ അവർക്ക് ഉത്ബോധനങ്ങൾ നൽകാൻ ഞാൻ പ്രവാചകന്മാരെയും ഗ്രന്ഥങ്ങളും അയച്ചു. ഈ ഒരു വാക്കിന്റെ വിശദീകരണത്തിൽ അതൊക്കെ പെടും. അതൊക്കെ അയച്ചു കൊടുത്തു. എന്നിട്ട് അവര് സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവര് ഈ പറഞ്ഞ അധമന്മാരിൽ നിന്ന് ഒഴിവാണ്. അവരധമരല്ലാതാവും. അല്ലാത്തവരോ അധമരാവും. فما يكذبك بعد بالدين,
അവർക്ക് അവിച്ഛേദമായ പ്രതിഫലമുണ്ട്. ആർക്ക്? അവിച്ഛേദമായ പ്രതിഫലം ആർക്കാണുള്ളത്? ഈ അവിച്ഛേദം എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോവാത്ത പ്രതിഫലം ആർക്കാണുള്ളത്? ഈ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് ആണ് ഉള്ളത്. അപ്പൊ നമ്മളൊക്കെ സൽക്കർമ്മങ്ങൾ ഒന്ന് ചെയ്താല് മുറിഞ്ഞു പോവാത്ത ശിക്ഷയാണ്, ഗുണമാണ് അതിനുള്ളത്. ശിക്ഷിക്കപ്പെടുന്നതും അധമന്മാരിലും ഉണ്ട്, അങ്ങനെ മഹാദുഷ്ടരുണ്ട്, അതായത് പൊറുക്കപ്പെടാത്ത ദോഷം ചെയ്യുന്നവരുണ്ട്. അവരുടെ ശിക്ഷ മുറിയില്ല, അവർക്ക് ശിക്ഷ തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലാത്തവർക്ക് അവൻ അവന്റെ കാരുണ്യം കൊണ്ട് അല്ലെങ്കിൽ ജായിസായ സിഫത്ത് കൊണ്ട് ഒരു പക്ഷേ ഒരു നരകാവകാശി അവൻ ആക്കാം, ഒരു നരകത്തിൽ കടന്നവനെ അതിൽ നിന്ന് മോചിപ്പിക്കാം. ഒക്കെ അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. എന്നിട്ടും അവിശ്വാസിക്ക് എന്ത് ന്യായീകരണമാണ് ഇതിലുള്ളത്? നിന്നെ പ്രതിഫല ദിന നിഷേധിയാക്കുന്നത് എന്താണ്? എന്താണ് ഈ അവിശ്വാസിയെ പ്രതിഫല ദിനത്തിൽ, അതായത് ഖിയാമത്ത് നാളിനെ അവൻ നിഷേധിക്കുന്നത്, അല്ലെങ്കിൽ അവസാനം വിചാരണയെ അവൻ നിഷേധിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണെന്നത്? വിധികർത്താക്കളിൽ ഏറ്റവും വലിയ നീതിനിഷ്ഠൻ അല്ലാഹുവല്ലേ, അല്ലാഹുവല്ലാതെ ആരുമില്ല. വിധികർത്താക്കളിൽ ഏറ്റവും വലിയ നീതിനിഷ്ഠൻ, വലിയ നീതി പ്രഖ്യാപിക്കുന്നവൻ, നീതി നൽകുന്നവൻ അല്ലാഹു മാത്രമാണ് എന്നാ പറയുന്നത്. അപ്പോൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്ക. അല്ലാഹു തആല എന്തേപ്പ അവിടെ പറഞ്ഞത്? മേലെ പറഞ്ഞത് അധമനാക്കിയ രീതിയിൽ അവരെ അധപ്പതിച്ചിട്ട് അധമനാക്കിയിട്ടാണ് ഭൂമിയിൽ അവർ യാത്രയായി വരുന്നത്. എന്നിട്ട് അവര് പിന്നെ അവരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് ഉയർന്നു പൊങ്ങുന്നത്. അപ്പൊ നമ്മൾ ഉയർന്നു പൊങ്ങാൻ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ അധമരുടെ കൂട്ടത്തിൽ പെടും. അത് അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന തൗബ അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തൗബ ചെയ്താൽ പോരാ, അത് പ്രാർത്ഥിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും വളരെയധികം ഇസ്തിഗ്ഫാർ തൗബ ചെയ്തിരുന്നു എന്നാ പറയുന്നത്. ആയിഷ ബീവി ചോദിച്ചിരുന്നു, നബിയെ, അങ്ങ് പ്രവാചകനല്ലേ, അങ്ങ് അള്ളാഹുവിന്റെ ഹബീബല്ലേ, പിന്നെ എന്തിനാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു സൃഷ്ടിയുടെയും കടമയാണത്, ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ കൂടുതൽ പറയാൻ നമ്മുടെ വീഡിയോ സമയം അധികരിക്കും എന്ന നിലയിൽ അത് ചുരുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിവിടെ കുറെ തെരീഖത്തുകളുണ്ട്. ആ തെരീഖത്തുകളുടെ മിക്ക വിശ്വാസം, അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അതില് അന്ധതകളുണ്ട്, വഴികേടുകളുണ്ട്. അതൊക്കെ നാം മനസ്സിലാക്കണം. ത്വരീഖത്തുകളെ കുറിച്ചും മക്ബറകളെ കുറിച്ചും ഒലിയത്വത്തിനെ കുറിച്ചും ഒക്കെ മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.